ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലായ ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഈ ചാനല് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മാത്രമല്ല, ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ട്സും എങ്ങനെ ഫൈനാൻഷ്യലി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട്സിൽ കറക്റ്റ് സ്കീം എന്ത് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഒപ്പം ഗ്ലോബൽ ന്യൂസും ഇപ്പൊ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഇൻ ഡീറ്റെയിൽ ചാനലായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ പലവർക്കും അറിയാം, ഈ വീഡിയോ കാണുന്നവരുടെ പലവർക്കും അറിയാം, ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സ് എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിലെ സെയിം യൂട്യൂബർ തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ചാനലിൽ, അതായത് ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സ് യൂട്യൂബിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എനിക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ഗ്ലിച്ച് ഉണ്ട്. ഞാൻ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് ടൈം എടുക്കും അത് ഫിക്സ് ആകാൻ, എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതുവരെ നമ്മൾ അനാലിസിസ് പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് മറ്റേ ചാനലിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം എല്ലാവരും അവിടെ ആ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. കാര്യം ആ ചാനലിൽ എനിക്ക് 5800 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല ട്രേഡ് ചെയ്യണം, നിങ്ങൾക്കറിയാം. എനിക്ക് 7 years പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ട് ട്രേഡിങ്ങിലും ബാക്കി സ്റ്റോക്ക് മാർക്കറ്റിലും ഈ ഫീൽഡിലും. മോർ ദാൻ 2000+ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ മൊത്തം ചാനലിന്റെ ആ ഒരു എന്താ പല സ്റ്റുഡൻസും ഈ ചാനലിനെ നോക്കിയാണ് പല അനാലിസിസിന്റെ എഡ്യൂക്കേഷൻ നടത്തുന്നത്. അപ്പൊ അതൊക്കെ മിസ്സാടാന്ന് ഓർത്താണ് ഞാനൊരു പുതിയ ചാനലിൽ സെയിം വീഡിയോസ് തന്നെ ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ മറ്റേ ചാനലിലെ പോലെ തന്നെ ഈ ചാനലിൽ എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ, ഇൻഷുറൻസ് അഡ്വൈസർ ആണ് ഞാൻ. വൺ ഓഫ് ദി മോസ്റ്റ് റെപ്യൂട്ടഡ് കമ്പനീസിലെ ഇൻഷുറൻസ് അഡ്വൈസർ ആണ് ഞാൻ. അതുകൂടാതെ ഞാൻ ആൻഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 324488 എൻ്റെ കമ്പനി ഐ ഡി ആണിത്. ഈ ഐ ഡിയിൽ ഞാൻ ലൈസൻസ്ഡ് ആണ്. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലെ ഏത് സ്കീം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം. ആ നമ്പർ വഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എത്ര ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ചാനലാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു സഹായമാവും ഈ ചാനൽ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ന്യൂസും കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് നമ്മുടെ നോക്കുവാണെങ്കിൽ, ഫോറിൻ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും DII മൊത്തം നോക്കുവാണെങ്കിൽ, ഫോറിൻ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് മോർ ദാൻ 5000 ക്രോസ് ആണ് 20th മാർച്ചിൽ സെല് ചെയ്തത്. 19th മാർച്ചിൽ മോർ ദാൻ 7000 ക്രോസ് ആണ് സെല് ചെയ്തത്. അതുപോലെ തന്നെ 2000, 4000, 9000, 10,000 ഈ ഒരു റേറ്റിലാണ് ഫിനാൻഷ്യൽ, കറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ ഇവിടെ 9 കോടി സെല് ചെയ്യുമ്പോൾ ഇവിടെ അതേസമയം 12 കോടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസ് ആയി മാർക്കറ്റ് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിന് വലിയൊരു ഇടിവ് വരാത്തത്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് DIIയും കൂടി സെല്ലിങ് തുടങ്ങണമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വളരെ ഒരു മോശം ഗതിയിലോട്ട് പോയാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലം ഇന്ത്യക്കകത്തല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രോബ്ലം ഇന്ത്യക്കകത്തല്ല, പുറത്ത് ഇറാൻ, ഇസ്രായേൽ ആൻഡ് US വാർ ആണ് മെയിൻ പ്രശ്നമുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ന്യൂസ് അനുസരിച്ച് പറയുവാനാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാം, ഒരു നിമിഷം. അപ്പോൾ BBC ന്യൂസ് അനുസരിച്ച് ട്രംപ് പറയുന്നത്, US ഇസ് കൺസിഡറിങ് വൈൻഡിങ് ഡൗൺ വാർ, അതായത് US നമ്മുടെ ഇപ്പോഴുള്ള യുദ്ധം നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേണ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും 3 മിനിറ്റ് ആയിട്ടുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് അപ്ഡേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഇത് അത്ര വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ഹംറൂസ് എന്ന് പറയുന്ന അത് മറ്റു കൺട്രീസിനോട് ഗാർഡ് ചെയ്യണം, അത് പബ്ലിക് ആയിട്ട് കൊടുക്കണം എന്ന രീതിയിലാണ് ട്രംപ് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ US ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാവും അറിഞ്ഞുകൂടാ. കാര്യം നമ്മുടെ വീട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കോർണറിൽ ഒരു സ്ഥലം ഇനി മുതൽ നാട്ടുകാർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇറാന് ഹോർമൂസ് എന്ന് പറയുന്ന അസറ്റ്. ആ ഒരു അസറ്റില് കൂടെയാണ് നമ്മുടെ ഷിപ്പുകളൊക്കെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുടെ മെയിൻ ബലം. ആ ബലമാണ് മറ്റു കൺട്രീസ് നോക്കി നടത്തണം, എന്നാൽ മാത്രമേ വാർ വൈൻഡപ്പ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ട്രംപിന്റെ മനസ്സ് ഏകദേശം ഒരു വാർ വൈൻഡപ്പ് ചെയ്യണം എന്നൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അധികകാലം ഈ വാർ നീണ്ടു പോകില്ലെന്ന് തോന്നുന്നു. വലിയ കുറവ് ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻസ് ഒക്കെ നടന്ന് ഈ വാറിന് ഒരു സമാധാനപരമായ
ഒരു സമാധാനപരമായ ഒടുക്കം ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതൊരു കാര്യം. അപ്പോൾ ഈ പിന്നെ FIIയുടെ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ FIIയുടെ ഔട്ട്ഫ്ലോ ഇത്തിരി കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ വാറൊക്കെ ഒന്ന് ശമിച്ചാൽ മാത്രമേ നമുക്ക് FIIയുടെ മൂവ്മെന്റിന്റെ ഇത്രയും വലിയ സെൽ ഔട്ട് കുറക്കാൻ പറ്റുള്ളൂ. അതോടെ മാർക്കറ്റ് ബാക്ക് ടു നോർമൽ ആകാൻ തുടങ്ങും. ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് നോർമൽ ആണ്, പക്ഷേ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സ് യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ഡെയിലി അനാലിസിസ് ചാർട്ടാണത്. അപ്പോൾ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്ന ലെവൽ, ഇവിടെ ഞാനൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഗ്യാപ്പാണത്. ഈ ഗ്യാപ്പ് ഈ ആഴ്ച കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ടാണ് പിന്നെ 23,114 വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത ലെവലാണ്. ബൈസെൽ വാല്യൂ വന്നത് 23,114.50 പ്ലസ് 112 പോയിന്റ്സ് അപ്പ് 0.49% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതോടെ നമ്മുടെ വീക്ക്ലി ആവറേജ് ബെയറിഷ് മൂവ്മെന്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. -1.48 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പെർസെന്റേജ് ആവറേജ് വീക്ക്ലി മൂവ്മെന്റ്. സാധാരണ ഒരു 2% ഒക്കെ വന്ന് നിന്നിരുന്നതാണ്. അതാണ് ഇപ്പോൾ 1.48% ആയിട്ട് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാറിന്റെ ഒരു ശമനം ഉണ്ടാകുന്ന വരെ ഈ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ മാർക്കറ്റ് ആ ഒരു സ്റ്റാർട്ടിംഗ് മോർണിംഗ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ കഴിഞ്ഞ് തിരിച്ച് നോർമൽ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതെന്ന് വെച്ചാൽ വീക്ക്ലിയിൽ ആ ഗ്യാപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും, ഇൻട്രാഡേയിലല്ല. ഈ ഗ്യാപ്പിന്റെ വാല്യൂ പറയണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആവറേജ് വാല്യൂ ഒന്ന് എടുക്കണമെങ്കിൽ ഏകദേശം 514 പോയിന്റ്സ് ഓളം താഴ്ത്തോട്ട് മൂവ് ചെയ്താൽ, കറക്റ്റ് പറയുവാണെങ്കിൽ ഏകദേശം 574 പോയിന്റ്സ് റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കുക. അത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആകും. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ അനാലിസിസ് വെച്ച് നോക്കാൻ നേരത്ത്, നമ്മുടെ വീക്ക്ലി അനാലിസിസിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത് ഈ താഴത്തുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഗ്യാപ്പിന്റെ താഴെയുള്ള ലെവലാണ്. അത് 22,500 to 22,400 ആയിട്ട് വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 22,500 to 22,400 ഇവിടെ കൊണ്ടുവരും. ഒരു റേഞ്ച് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 22,400 to 22,500 എന്ന ലെവല് ഇമ്പോർട്ടന്റ് വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ആക്ട് ചെയ്യാൻ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് ഓൾറെഡി ക്ലോസ് ആയി, ഇനി മാർക്കറ്റ് ഇനി ഒരു ഗ്യാപ്പ് ഡൗണോ ഡൗൺഫോളോ ഒക്കെ ഉണ്ടാണെങ്കിൽ ഈ ലെവൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് വരും. അത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 22,000 എന്ന സപ്പോർട്ട് ലെവലാണ്. ഏകദേശം ഇവിടെ കൊണ്ടുവരും. 22,000 എന്ന് പറഞ്ഞ സപ്പോർട്ട് ലെവൽ ഞാൻ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തോട്ടെ. 22,000 ഇവിടെ കൊണ്ടുവരും. ഈ ഒരു ലെവലും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ 2 ആണ്. 22,000 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ 2 ആണ്. വീക്ക്ലി സപ്പോർട്ട് ലെവൽ 2 ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ വീക്ക്ലി അനാലിസിസിൽ നിങ്ങൾ ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ വല്ല ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരണമെങ്കിൽ ഈ ഒരു ലെവൽ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. വീക്ക്ലി റെസിസ്റ്റൻസ് ലെവലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. അത് 23,500 എന്ന ലെവൽ വരും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,500. ഇത് ഇമ്പോർട്ടന്റ് ഈ വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,500. ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ് ഇത്. ഇൻട്രാഡേയിൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പുള്ളപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അത് 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ എടുക്കാൻ നോക്കുക. ഈ 23,500 ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, ഒരു മർബോസും ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിന്റെ ഒരു പുള്ളപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സെയിം പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ഗ്യാപ്പാണ്. ഇനി ഫോളോ ചെയ്യണമെങ്കിൽ ഈസിലി ആയിട്ട് വീക്ക്ലി ഈ ഗ്യാപ്പ് ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷവും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ ഫുൾ ഡൗൺ ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതേസമയം ഇവിടം വരെ എത്തിയിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ ഈ ഒരു ഏരിയ കൊണ്ട്, അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം താഴെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ് വഴി നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. വിചാരിച്ച പോലെയുള്ള കൺഫർമേഷൻ ലെവൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനാലിസിസ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വാറിന്റെ സമയത്തായിക്കോട്ടെ, ഓപ്ഷൻ ട്രേഡിംഗിലായിക്കോട്ടെ, ഓപ്ഷൻ വേറെ ഇൻഡെക്സുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിക്കോട്ടെ, കറക്റ്റ് ആയിട്ട് ലെവൽസ് അറിഞ്ഞ് ഫിബൊനാച്ചി ലെവൽസ് ഒക്കെ അറിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ്
പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഓപ്ഷൻസ് പലതവണ ചെറിയ രീതിയിൽ ബൈ ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി ഒറ്റ ട്രേഡ് കൊണ്ട് എല്ലാം നശിച്ച് ലോസിൽ പോകുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ടും ലൈഫ് ടൈം ഡാഷ്ബോർഡ് ആക്സസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലോട്ട് കടന്നോട്ടെ. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. പിന്നെ ഇനിയും ഇപ്പോ ബഡ്ജറ്റ് ഒക്കെ കഴിഞ്ഞ് കോഴ്സിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൈസിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ നോക്കുക. വളരെ ലിമിറ്റഡ് ടൈമിലെ ഈ ചെറിയ ഓഫറിൽ നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നമ്മൾ വീക്ക്ലി ഇൻട്രാഡേ അനാലിസിസ് ചെയ്തതാണ്. നമ്മളിപ്പോൾ വീക്ക്ലി ആണ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യുവാണ്. കാര്യം 53,757 എന്ന് പറയുന്നത് നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈഡേ ക്ലോസിംഗ് നോക്കണമെങ്കിൽ 53,427 ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. പൈസൽ വാല്യൂ വന്നത് ഏകദേശം 53,427.05, നെഗറ്റീവ് 23 പോയിന്റ്സ് ഡൗൺ. കംപ്ലീറ്റ്ലി ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് ആണെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ പറയാം ഫ്രൈഡേ നടന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 23 - 23 ബെയറിഷ് ആണെങ്കിലും അതൊരു കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് 0.04% വൈസ് മൂവ്മെന്റ് വെച്ച് നോക്കിയാലും ഒരു ചെറിയ വളരെ പൊടിക്ക് ഒരു സൈഡ് വേസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല വീക്ക്ലി മൂവ്മെന്റ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഈ ആഴ്ച ബാങ്ക് നിഫ്റ്റി ഇത്തിരി ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ന്യൂ ട്രേഡിംഗ് ട്രെൻഡ്സിൽ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരെ ആണെങ്കിൽ അറിയാം, ഓരോ ഗ്യാപ് ഡൗൺ വരുമ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പെർസെന്റേജ് വൈസ് വീക്ക്ലി പെർസെന്റേജ് ബെയറിഷ് കൂടി വരുന്നുണ്ടെന്ന്. അപ്പൊ അതനുസരിച്ച് നെഗറ്റീവ് 2.13% ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് വീക്ക്ലി ആവറേജ് ആയിട്ട് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വീക്ക്ലി ലെവൽസിലോട്ട് കടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചാൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പലതവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. ഈ ലെവലിൽ വന്നാണ് 52,427 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് റെസിസ്റ്റൻസുമായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ലെവൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് വീക്ക്ലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഇത് 53,900 ടു നമുക്കൊരു റേഞ്ച് ആയിട്ട് എടുക്കേണ്ടി വരും. 53,900 ടു 53,400, ഐ മീൻ 53,900 ടു 54,000 ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കേണ്ടി വരും. 53,900 ടു 54,000 ഇതായിരിക്കും ഈ ഒരു റേഞ്ച് സോണിലായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് വൺ ആക്ട് ചെയ്യുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. ഇത് 55,000 ആയിട്ട് വരും. ഈ 53,900 ടു 54,000 സോൺ ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ നമുക്ക് 55,000 നമ്മുടെ വീക്ക്ലി
റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നോക്കാനുള്ളത് നമ്മുടെ ഇവിടെയുള്ള താഴത്തുള്ള ഗ്യാപ്പ് ആണ്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ താഴത്ത് ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതും ആ ഏപ്രിൽ ആ ടൈമിൽ ഫോം ചെയ്ത ഗ്യാപ്പ് ആണ്. മറ്റേ യുക്രൈൻ വാറിന്റെ ഒക്കെ സമയത്ത് ഫോം ചെയ്ത ഗ്യാപ്പ് ആണ്. അതാണ് ഞാൻ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ എന്തായാലും അത് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരും എന്നുള്ളത്. അപ്പോൾ അത് ഒരു തിയറിയാണ്, ഞാൻ ഉണ്ടാക്കിയെന്നല്ല, ടെക്നിക്കൽ തിയറി അനുസരിച്ചാണ് അത് പറയുന്നത്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് 579 പോയിന്റ്സ് ആണ്. അപ്പോ ഈ 579 പോയിന്റ്സ് വീക്ക്ലിയില് മാർക്കറ്റ് താഴത്തോട്ട് വരണമെങ്കിൽ ഈസിലി ക്ലോസ് ആവും. കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്തെ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരണമെങ്കിൽ ഈസിലി ഡൗൺവേർഡ് മൂവ്മെന്റ് കടന്നാൽ ക്ലോസ് ആവും. അതിനുവേണ്ടി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് 2 സപ്പോർട്ട് ലെവൽസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ഗ്യാപ്പ് ക്ലോസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ലെവലാണത്. ഇതെന്ന് പറയുന്നത് 52,000 ആണ്. ഈ ഒരു ലെവൽ വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്കി ഈ 53,000 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരും. അതിനുശേഷം നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 51,300 എന്ന ലെവലാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം 51,300. ഇതായിരിക്കും നമ്മുടെ വീക്ക്ലി സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവലും വളരെ ക്രൂഷ്യൽ ആയിട്ട് കാണണം. കാര്യം ഈ ലെവലില് എത്തുമ്പോഴേക്കും ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പിന്നെ എടുത്ത് പറയുന്നു ബ്രേക്ക്ഔട്ട് ചെയ്യാതെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. കാര്യം ഈ 53,300 എന്ന ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് 52,000 എന്ന ലെവലും ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ക്ലോസ് ആകാതെ ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനാണെങ്കിൽ 52,000 എന്ന ലെവൽ നോക്കണം. അപ്പോൾ ആ അവിടം കൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നായിരിക്കും റിവേഴ്സ് ചെയ്യണം. അതേസമയം ഇവിടെ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റ് നടത്തുവാണെങ്കിൽ, അതായത് ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഒക്കെ ഫോം ചെയ്യുവാണെങ്കിൽ ഉറപ്പിച്ചോളണം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബെയറിഷ് ബ്രേക്ക് ഔട്ട് ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ക്ലോസ് ആകുക എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് ക്ലോസ് ആയതിനു ശേഷം ഈ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ പിന്നെയും മാർക്കറ്റ് ഇവിടെ നിന്ന് സെൽ സൈഡിലോട്ട് പോകുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൽ ഇത് തന്നെ പറയാനുള്ളൂ എനിക്ക്. ഇവിടെ റെസിസ്റ്റൻസ് നോട്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ 1 hour ടൈം ഫ്രെയിമിൽ തന്നെ എടുക്കുക. ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ആരൊക്കെയായിരുന്നു മൺഡേ നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ നോക്കാം. അപ്പോൾ ഏറ്റവും വലിയ ഗെയിനർ വന്നത് ടെക്കം ആണ്. അതിന്റെ പുറകെ JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ, ഇൻഫി, ട്രെൻഡ്, ബജാജ് ഓട്ടോ, HCL ടെക്, റിലയൻസ്, ടൈറ്റൻ, ഇച്ചർ മോട്ടോഴ്സ്, NTPC, ഇറ്റേണൽ, TMPV, TCS, ഡോക്ടർ റെഡി, സിപ്ല, സൺ ഫാർമ, വിപ്രോ, നെസ്ലെ ഇന്ത്യ ഇവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് വന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസർ വന്നത് ഹിൻലാൽകോ ആണ്. അതിന്റെ തൊട്ടുപുറകെ HDFC ബാങ്ക്, ശ്രീറാം ഫൈനാൻസ്, HDFC ലൈഫ്, ONGC, ബെൽ, SBI ലൈഫ്, അദാനി ആൻഡ് കൊഡാക് ബാങ്ക്, ബജാജ് ഫൈനാൻസ്, ഇൻഡിഗോ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ജിയോ ഫൈനാൻസ് എന്നിവയൊക്കെയാണ് നമ്മുടെ ടോപ്പ് ലൂസേഴ്സ് വന്നത്. നമ്മുടെ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സ് വന്ന ലിസ്റ്റിൽ ആദ്യം തന്നെ കിടക്കുന്ന യൂണിയൻ ബാങ്ക് ആണ്. അതിന്റെ തൊട്ടുപുറകെ ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, PNB ബാങ്ക്, യെസ് ബാങ്ക്, SBIN, IDFC ഫസ്റ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇൻഡസ് ബാങ്ക് എന്നിവയൊക്കെയാണ് ലൂസേഴ്സ് വന്നത്. ICICI ബാങ്ക് ആണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ആയിട്ട് ലൂസർ ആയിട്ട് വന്നത്. അതിന്റെ തൊട്ട് കൂടുതലായിട്ട് വന്നത് ആക്സിസ് ബാങ്ക്, കൊഡാക് ബാങ്ക്, AU ബാങ്ക്, HDFC ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ 2.15% ആണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, ഇനി സെക്ടോറിയൽ പെർഫോമൻസ് നോക്കണമെങ്കിൽ നമ്മുടെ എല്ലാ ഇൻഡിസസും ഗ്രീൻ ആയിരുന്നു. 1%-ൽ താഴെയായിരുന്നു ഗ്രീൻ ബുള്ളിഷ് പെർഫോമൻസ്. പക്ഷെ നിഫ്റ്റി സ്മോൾ ക്യാപ്, ഞാൻ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന്റെ വീഡിയോ സമയം കിട്ടണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഇടാം. വീക്ക്ലി അനാലിസിസ് വീഡിയോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്റെ യൂട്യൂബിന്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പൊ ഈ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പിന്റെ അനാലിസിസ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. പക്ഷേ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് ഏകദേശം 1%-ന്റെ താഴെയാണ് ബെയറിഷ് ആയിട്ട് ഫ്രൈഡേ മൂവ് ചെയ്തത്. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കണമെങ്കിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക്, പിന്നെ നിഫ്റ്റി IT, ഇത് രണ്ടും നല്ലോണം 2%-ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്തു. നമുക്ക് ഈ നിഫ്റ്റി ഫാർമയും കൂടി കൺസിഡറേഷനിൽ എടുക്കാം. കാര്യം 1.99%, 2%-ന് വെറുതെ പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി ഫാർമ നമുക്ക് 2%-ന്റെ ലിസ്റ്റ് എടുക്കാം. ബാക്കി നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ, പിന്നെ നിഫ്റ്റി MSIT ടെലികോം, ഇതൊക്കെ പിന്നെ നിഫ്റ്റി 500 ഹെൽത്ത് കെയർ, ഇതൊക്കെ 1%-ൽ മുകളിൽ ബുള്ളിഷ് ആയിട്ട് കാണിച്ചു. ബാക്കിയെല്ലാം
ബുള്ളിഷ് ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും, പ്രത്യേകിച്ച് ബുള്ളിഷ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി FMCG ഇതൊക്കെ 1%ന്റെ താഴെയാണ് ബുള്ളിഷ് ആയിട്ട് കാണിച്ചത്. പക്ഷേ ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. അതേസമയം നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, പിന്നെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 2550, നിഫ്റ്റി PVT ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി മിഡ് സ്മോൾ ഫൈനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ്, EX ബാങ്ക് ഇവയൊക്കെ 1%ന്റെ താഴെയാണ് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ ഫിൻ നിഫ്റ്റി ആദ്യമേ തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്തോട്ടെ. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ മൂവ്മെന്റ് നമ്മൾ പറയുവാണെങ്കിൽ ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,781 എന്ന ലെവലിലാണ്. ഇവിടെയും എടുത്ത് കാണിക്കാനുള്ള ഈ ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പ് മൊത്തത്തിലെ കഴിഞ്ഞ ഫ്രൈഡേ മൂവ്മെന്റോടുകൂടി ക്ലോസ് ആയി. ഇതും ആ ഏപ്രിൽ യുക്രൈൻ വാറിന്റെ സമയത്ത് ഉണ്ടായ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി ഫ്രൈഡേ മൂവ്മെന്റോടുകൂടി. അതാണ് ഗ്യാപ്പ് ഫോം ചെയ്താൽ ആ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നുണ്ടോ. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പുൾ ചെയ്ത് 24,781 ലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 24,781.15, നെഗറ്റീവ് 170 പോയിന്റ്സ് ഡൗൺവേർഡ് മൂവ്മെന്റ്, 0.68% പെർസെന്റേജ് വൈസ് ഡൗൺവേർഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മൊത്തം മനസ്സിലാക്കാവുന്നത് നമ്മുടെ ഫിൻ നിഫ്റ്റി ഒന്ന് പുള്ളപ്പ് ചെയ്തെങ്കിലും ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ അതിന് മുമ്പത്തെ ദിവസം വന്നതിന് ശേഷം ഫ്രൈഡേ ഒരു ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. രണ്ട് ഫൈനാൻഷ്യൽ സെക്ടറും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റി ഇത്രയും ബെയറിഷ് ആയിട്ടാണ് ഫ്രൈഡേ മൂവ് ചെയ്തത്. ഇതോടുകൂടി നമ്മുടെ വീക്ക്ലി ആവറേജ് നെഗറ്റീവ് 2.60% ആയിട്ടുണ്ട്. മന്ത്ലി ആവറേജ് നെഗറ്റീവ് 12.53% ആയിട്ടുണ്ട്. കാര്യം നല്ലൊരു ഫോൾ ആണ് സംഭവിച്ചതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാര്യം അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇതുകൊണ്ടല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പുറത്തുള്ള US ഇറാൻ ഇസ്രായേൽ വാറിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കാണിച്ചതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് വീക്ക്ലിയിലോട്ട് കിടക്കേണ്ടത്. അപ്പൊ അതിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ്, ഈ ഗ്യാപ്പ് ഫിൽ ആയതിനു ശേഷം ഇനി നോക്കാനുള്ളത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ. കാര്യം താഴെയുള്ള വേറെ ഗ്യാപ്പ് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഫിൻ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവരും. അതായത് ഏകദേശം 24,400, ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,400. ഇതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടന്റ് വീക്ക്ലി സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി മൂവ്മെന്റ് വെച്ച് നോക്കാൻ നേരത്തെ. അതുപോലെ തന്നെ പിന്നെ വരുന്ന 24,400 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലെവലിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് 23,600 ആയിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,600. ഇത് വളരെ ശ്രദ്ധിച്ച് കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഈ കേസിൽ, അതായത് നിഫ്റ്റിയുടെ കേസിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത കാരണം ഒരു പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പിൽ വന്ന് ക്ലോസ് ചെയ്യാനോ അങ്ങനെയൊന്നും നടക്കുകയൊന്നുമില്ല. ഒരു ആവറേജ് വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ആവറേജ് അനാലിസിസ് ഒക്കെ ചെയ്താണ് ഞാൻ ഈ വാല്യൂയിൽ എത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 അവർ ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അത് 1 അവർ ടൈം ഫ്രെയിമിൽ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ഇൻട്രാഡേയിൽ ഓർത്തോളണം ഇവിടുന്ന് 24,400 നിന്ന് ബ്രേക്ക് ഔട്ട് ആവും. അതേസമയം 23,600 ഫോൾ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഫോള് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതേസമയം ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആണ് വരുന്നത്. ഇതെടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദ റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു റെസിസ്റ്റൻസ്. പിന്നെയുള്ള റെസിസ്റ്റൻസ് ഇവിടെയുള്ള ഈ ഒരു പോർഷന് റെസ്പെക്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. കാര്യം ഇവിടെ ഒന്ന് സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്ത പോർഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്ത പോർഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് സീരിയസ് ആയിട്ട് കാണണം. അപ്പൊ ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് വരാൻ പോകുന്നത് ഒന്ന് 25,200 പിന്നെ ഒന്ന് 25,700 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 25,200. ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 25,700 ആയിരിക്കും. ഇതായിരിക്കും വീക്ക്ലി റെസിസ്റ്റൻസ് 2 ആയിട്ട് ഫിൻ നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസസ് ആണ്. മാർക്കറ്റ് പുള്ളപ്പ് ചെയ്യാനുള്ള റെസിസ്റ്റൻസസ് ആണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കാണണം. കാര്യം ഫിൻ നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റിലായിരുന്നു നിന്നിരുന്നത്. അപ്പോഴാണ് ഈ വാർ വന്ന് താഴത്തോട്ട് മൂവ് ചെയ്തത്. പക്ഷെ ഫിൻ നിഫ്റ്റി നമ്മുടെ കറക്റ്റ് പറയാനാണെങ്കിൽ നമ്മുടെ മൺഡേ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ മൺഡേ ഞാനിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ, പിന്നെ ട്യൂസ്ഡേ, പിന്നെ വെൻസ്ഡേ, തേഴ്സ്ഡേ വരെ നോക്കുവാണെങ്കിൽ ഫിൻ നിഫ്റ്റി പതുക്കെ പുള്ളപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് പെട്ടെന്നൊരു ന്യൂസ് വന്ന് പിന്നെ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായി. നമ്മുടെ തേഴ്സ്ഡേയും ഫ്രൈഡേയും കുറച്ച് ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് ഡെയിലി വെച്ച് നോക്കാൻ നേരത്ത്, ഡെയിലി ആവറേജ് വെച്ച് നോക്കാൻ നേരത്ത്. അതുകൊണ്ട് തന്നെ ഫിൻ നിഫ്റ്റിക്ക് മുകളിലോട്ട് കയറാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ലെവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ ഈ ലെവലിൽ ഏത് ലെവലിലും ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, ഇത് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു ലെവലിൽ നിന്ന് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിന്റെ
ബുള്ളിഷ് മൂവ്മെന്റ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കണം. റെസിസ്റ്റൻസ് ലെവൽസ് ആണെങ്കിൽ, അതുപോലെ തന്നെ താഴത്തോട്ടാണെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കണം. അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ ഇൻട്രാഡേയിൽ വരുവാണെങ്കിൽ ഇനിയുള്ള ഞാൻ ഈ വരച്ചേക്കണം മുകളിലോട്ട് ഉള്ള ലെവൽസ് ഒക്കെ ഇൻട്രാഡേയിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണാത്തവരുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാനായിട്ട് പറയാം. ഒപ്പം ഈ പുതിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനലിലും എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പൊ സെൻസെക്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെൻസെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻസെക്സ് നമ്മൾ പറഞ്ഞിരുന്ന വീക്ക്ലി റെസിസ്റ്റൻസ് ലെവലിലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 74,482 ആയിരുന്നു നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ്. ഏകദേശം 74,532 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എടുത്ത് കാണിക്കാനുള്ള കാര്യം, നമുക്ക് ഉണ്ടായിരുന്ന 2 ഗ്യാപ്പും ക്ലോസ് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫസ്റ്റ് ഗ്യാപ്പാണ്. പിന്നെ ഏപ്രിലിൽ ഫോം ചെയ്ത വേറൊരു ഗ്യാപ്പ് ഇവിടെയാണ്. ഈ 2 ഗ്യാപ്പും കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് ഇനി അനാലിസിസ് ചെയ്യാനുള്ള കാര്യം. ഗ്യാപ്പുകളൊക്കെ ക്ലോസ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മാർക്കറ്റ് നോർമൽ രീതിയിൽ മൂവ് ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വീക്ക്ലി ലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബൈസെൽ വാല്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 74,532 ആണ് ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത്. പ്ലസ് 325 പോയിന്റ്സ് ആണ് അപ്പ് മൂവ്മെന്റ്. കമ്പാരിറ്റീവ്ലി 325 പോയിന്റ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ബുള്ളിഷ് അല്ല. കാര്യം ഞാൻ സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കാൻ നേരത്തെ ഒരു പൊടിക്ക് ബുള്ളിഷ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നോർമൽ ഒരു ചെറിയ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. 0.44% മൂവ്മെന്റ് വന്നിട്ടുള്ള. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടന്റ് വീക്ക്ലി റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 75,000 ആണ്. ഈ ഒരു ലെവൽ ഞാൻ നേരത്തെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ഒരു ലെവൽ ക്രോസ് ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് വീക്ക്ലി റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഇത് അഥവാ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് വരാനുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 76,000 എന്ന ലെവലാണ്. രണ്ട് ലെവലും തമ്മിൽ 1000 പോയിന്റ്സ് ഉള്ള ഡിഫറൻസ് ഉണ്ട്. പക്ഷേ വീക്ക്ലിയിൽ ഇത് മൂവ് ചെയ്യും, ഇൻട്രാഡേയിലല്ല. പിന്നെ ഞാൻ എടുത്ത് പറയുന്നു. അപ്പൊ വീക്ക്ലി റെസിസ്റ്റൻസ് 76,000 ആയിട്ട് വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. ഇത് മിനിമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഞാൻ ഈ ലെവൽ എടുത്തു. ഇത് പണ്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ലെവലാണ്, സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഒരു പുള്ളപ്പ് ഉണ്ടായി, പിന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് അപ്പോഴത്തെ യുക്രൈൻ വാർ ഒക്കെ കാരണം ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്ന് നല്ലൊരു ഹൈപ്പ് മൂവ്മെന്റ് മാർക്കറ്റിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന 73,000 എന്ന ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇത് സപ്പോർട്ട് ലെവലാണ്. ഇത് സപ്പോർട്ട് ലെവൽ 1 ആയിട്ട്, വീക്ക്ലി സപ്പോർട്ട് ലെവൽ 1 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി സെൻസെക്സിന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ. നാളെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതേ സെയിം ചാനലിൽ നമ്മുടെ 9:30ക്കും 10:30ക്കും ഇടയിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനു മുമ്പും മാക്സിമം 8:30ക്ക് അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കാം. പക്ഷെ 9:30ക്കും 10:30ക്കും ഉള്ളിൽ വീഡിയോ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പർ ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് കോഴ്സ് ഇപ്പോഴുള്ള ഓഫർ പ്രൈസിന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് വാറിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നും കൂടി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഓഫർ ഗ്രാബ് ചെയ്യാൻ നോക്കുക. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50 ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. അല്ലാതെ വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് നൈറ്റ്.